ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ബലാത്സംഗ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആഹ്വാനവുമായി വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നൊക്കെയാണ് തൊടുപുഴ സ്വദേശി ഉണ്ണി അജയ് ഉണ്ണിയുടെ സമൂഹ മാധ്യമ പോസ്റ്റ്. എന്താ കാരണം? മനുഷ്യത്വം. പിടിച്ചതിനും വലുതാണ് അളയിൽ എന്ന് പറഞ്ഞ പോലെയാണ്. ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിവാസം പറയുന്ന അതിന്റെ വേറൊരു എക്സാമ്പിളാണ് നമ്മൾ ആദ്യം കണ്ടത്. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ നീ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അദ്ദേഹം എന്താണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരു വ്യക്തത കൈവരുന്നില്ല. എന്തായാലും അദ്ദേഹം പറയുന്നത് ഇതാണ്, ഈ ജയിലിൽ പോയി കിടക്കുമ്പോൾ അതിനൊരു അന്തസ് വേണം. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നാണ് അദ്ദേഹം വാസു ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിനോട് ആഹ്വാനം ചെയ്യുന്നത്. എന്ത് തെമ്മാടത്തരം കാണിക്കാവുന്നു. ഇതിന്റെ ഏറ്റവും വലിയ കൗതുകം ഇദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ. ജനങ്ങൾക്ക് ഒരു പക്ഷേ വിവേചനമുള്ളതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അജയ് ഉണ്ണിക്കെതിരെ നിയമ നടപടി ഉണ്ടാവില്ലേ? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. പറയുന്നത് ശുദ്ധ മര്യാദകളും തോന്നിവാസമാണ്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഉറപ്പായും നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സ്വമേധയാ തന്നെ ഈ വിഷയത്തിൽ കേസെടുക്കണമെന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യുന്നതിൽ അതിൽ പാലിക്കേണ്ട ചില മര്യാദയുണ്ട്. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. അങ്ങനെ വീഡിയോ എടുക്കുന്നവർ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ആ പെൺകുട്ടി എന്ത് ചെയ്തോ അതിന്റെ ഇരട്ടി ആഘാതത്തിൽ തിരിച്ചടിക്കുന്ന ഒന്നാണ്. ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പറ്റി. വേണേ ആരും കേൾക്കാതെ രണ്ട് പുളിച്ച തെറി വിളിച്ചു. അത്തരം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒന്നാവും. അകത്ത് കിടക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.